ഇതെന്താ എന്തിനാ ഈ ചെടി ഇതിനകത്തൊന്നും ഇല്ലല്ലോ, വേറെ തലയിലായിരിക്കും. അയ്യേ ആ എന്താന്നോ നീയല്ലേ ഒച്ച വെച്ചത്? ഓ അതോ എന്തോ പുറത്ത് കടിച്ചതുപോലെ തോന്നി, അതാ. അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. എവിടെ പോന്നു മോളെ? അമ്മ അത് അയൽ നിന്ന് തുണിയെടുക്കാനാ. മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. പാർവതി, എത്ര നാളത്തെ ആഗ്രഹമാ. ഇടൂല്ല അമ്മ മാറിയേ. അത്രയ്ക്കായല്ലേ? മോളെ, നീയും തുടങ്ങിയോ? പറയൂ മോളെ, അങ്ങനെയൊന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ കണ്ടത് സത്യമാണല്ലേ? പറയടി, ആരോ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് ചേച്ചി എന്തിനാ വിശേഷിക്കുന്നത്? വേണ്ട, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. നിങ്ങളെയൊക്കെ പോലെ കോളേജിലൊന്നും പോയിട്ടില്ലെന്നേ ഉള്ളൂ. വെളിച്ചം വന്ന പകലാണെന്നും ഇരുട്ട് വീണ രാത്രിയാണെന്നും മനസ്സിലാക്കാനുള്ള വകതിരുമൊക്കെ ഈ അമ്മയ്ക്കുണ്ട്. പറ, അവനെയാണോ നീ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്? ആ ലൈൻമാനെ കൊല്ലും ഞാൻ. അങ്ങനെ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സമ്മതിക്കില്ല. ലൈൻമാൻ എന്ന് കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്താ ഇത്ര ദേഷ്യം? ഞങ്ങളുടെ അച്ഛനും ലൈൻമാൻ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ. ലൈൻമാൻ എന്ന് കേൾക്കുമ്പോ എനിക്കിപ്പോ പേടിയാ. പറ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നിങ്ങൾക്കിപ്പോ അറിയോ? ആരെ പഴിച്ചിട്ടെന്താ? എന്റെ വിധി. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് എന്റെ മോനെ 2 ദിവസമായി കറണ്ട് പോയിട്ട് എത്ര പ്രാവശ്യം ഞാൻ ആളെ പറഞ്ഞു വിടുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മീറ്റർ എവിടെ ഇരിക്കുന്നേ? കാണിച്ചേ. ഇതെങ്ങനെ കാണാനാ? മുഴുവൻ വല പിടിച്ചു കൊടുക്കുകയാണല്ലോ. ഞാനേ എന്റെ മോളെ വിളിക്കാം, അവള് വൃത്തിയാക്കി തരും. മോളെ സുഭദ്രേ. ഷോക്ക്. വരും നാളെ വരുമെന്ന് കരുതി ഇപ്പൊ 18 വർഷമായി ഒരു കത്ത് പോലും. നിങ്ങൾക്ക് ഗതി വരാൻ അമ്മ സമ്മതിക്കില്ല മക്കളെ.